ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും കമൻസിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻസൊക്കെ പറയുമ്പോഴാണ് നമുക്ക് വീഡിയോസൊക്കെ ഇടാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. നമ്മുടെ വീട്ടു വിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോഴേ നമ്മുടെ വീഡിയോസൊക്കെ മുടങ്ങാണ്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് ഞാൻ ഷോപ്പൊക്കെ തുറന്നു വെച്ചു. ഷോപ്പ് തുറന്നു വെക്കണ പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഊഞ്ഞാലിൽ കുറച്ച് നേരം ഒന്ന് ആടി ഒന്ന് ചെറുതായിട്ട് നല്ല രസമാണ് കേട്ടോ ഇതിലാടാനായിട്ട്. നമ്മുടെ പണിയൊക്കെ ഷോപ്പൊക്കെ തുറന്ന് വന്ന് ചെറിയൊരു ക്ഷീണത്തിൽ നമുക്ക് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി നല്ല രസമാണ് കേട്ടോ. അത് ഇതിലെല്ലാവർക്കും ഇരിക്കാൻ പറ്റും കേട്ടോ. വെയിറ്റൊക്കെ നന്നായി താങ്ങും കേട്ടോ അതിൽ. അങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. അതിനുശേഷം അമ്മ വീട്ടിലുണ്ട് കേട്ടോ. അമ്മ ഉണ്ട്. അമ്മ രാവിലെ എണീച്ചതും പിന്നെ ചെടികൾ നനയ്ക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അതാ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു അടുക്കളയിലെത്തി കേട്ടോ. അടുക്കളയിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് വെച്ചാൽ ഇന്നെന്തായിരുന്നു ആപ്പമാണ് കേട്ടോ. ഇന്ന് നമുക്ക് ആപ്പമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇന്നലെ ഞാൻ മാവ് അരച്ചിട്ടുണ്ടായിരുന്നു. ആപ്പൊക്കെ ആണെങ്കിൽ 2 ദിവസത്തിന് നന്നായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇന്ന് അരച്ചാൽ നാളെ ഉണ്ടാക്കാം, അതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടാക്കാം. അതിൽ കൂടുതലൊന്നും ഇതാക്കാൻ പറ്റില്ല കേട്ടോ. ഇഡ്ഡലിക്കൊക്കെ നമ്മൾ ആട്ടി വയ്ക്കില്ലേ ഒരാഴ്ചയ്ക്കൊക്കെ, ഒരാഴ്ചയിൽ 4 ദിവസത്തേക്കൊക്കെ അരച്ച് വയ്ക്കില്ലേ, അതുപോലെ നമുക്ക് ആപ്പത്തിനൊന്നും സെറ്റാവില്ല കേട്ടോ. 2 ദിവസം മാക്സിമം ഉണ്ടാക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിത് അപ്പം ഉണ്ടാക്കി. പക്ഷേ എപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല കുറച്ച് കട്ടിയായിപ്പോയി കേട്ടോ. അപ്പോൾ ആപ്പത്തിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചട്നിയാണ്. അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആപ്പവും ചട്നിയാണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടി കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളാണെങ്കിൽ അവളുടെ അമ്മായിയുടെ അവിടെ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ പിള്ളേർ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെയാണ്. അപ്പോൾ അനുവിനെയും വിളിച്ചിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായി പോയിട്ട്. പിന്നെ കണ്ണമ്മ ചേച്ചി ആണെങ്കിൽ എണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ണമ്മ ചേച്ചി ഇനി എണിച്ച് പല്ല് തേച്ച് ചായ കുടിച്ച് കഴിച്ച് വരുമ്പോഴേക്കും ഒരു സമയമാവും. അപ്പോഴേക്കും ഞാനും അമ്മയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഷോപ്പിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒതുക്കി വെക്കുക പറഞ്ഞാൽ നമ്മുടെ ഭരണികളൊക്കെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അവിടെ ടേബിളിൽ കുറച്ച് ഭരണികളൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ വെച്ചാലല്ലേ നമ്മളിങ്ങനെ കസ്റ്റമർക്ക് അങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ കാണുമ്പോൾ നമ്മൾ കടയിൽ വന്ന് വാങ്ങിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ എല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇതാണ് കുറച്ച് ഡിമാൻഡുള്ളത് കേട്ടോ നമുക്ക് ഷോപ്പിൽ. അപ്പോൾ അങ്ങനെ ഷോപ്പിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഭരണികളും അടുപ്പുകളും അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അടുക്കളയ്ക്ക് വന്നു. അമ്മയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചെറിയൊരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ റെസ്റ്റിലാണ്. അപ്പോൾ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമ്മ ഷോപ്പിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയിൽ വന്നു. ഇനി കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെക്കണം. പിന്നെ ഇനി ഉച്ചത്തേക്കുള്ള പണി നോക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് എന്താ പറയുക ചോറ് വെക്കണം, അതുപോലെ കറി എന്തെങ്കിലും വെക്കണം. അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഉച്ചത്തേക്കുള്ളത് നോക്കാം. പിന്നെ ഉച്ചത്തേക്കുള്ളത് ഇന്ന് സിമ്പിളാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഉപ്പേരി മാത്രമേ വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ മോരുണ്ട്. അപ്പോൾ ചോറിന് വെള്ളം വെച്ചു. ഇത് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കടല വെള്ളത്തിലിട്ടില്ല, അപ്പോഴേ കണ്ടില്ലേ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് വൈകിട്ടത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ഏട്ടൻ ഇന്ന് വരും. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ആപ്പവും കടലക്കറിയും ഉണ്ടാക്കാനാണ്. അപ്പോൾ അതാണ് ഞാൻ അപ്പോഴേ കടല വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് എന്താ പറയുക പയറുപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ മോരുണ്ട്. ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് തന്നെ ചാറ് എന്തായാലും ഇപ്പം ഇന്ന് വെക്കണില്ല കേട്ടോ. ഇന്ന് എന്തായാലും സമയം വൈകുകയും ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഉപ്പേരി വെച്ചാൽ മതി പറഞ്ഞു അമ്മ. പിന്നെ അച്ചാറുണ്ട്, കടുമാങ്ങ അച്ചാറുണ്ട് കേട്ടോ. അമ്മ നാട്ടിലുണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പം അന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിൽ. അപ്പോൾ കടുമാങ്ങ അച്ചാറുണ്ട്, പിന്നെ പയറുപ്പേരി, പിന്നെ മോരുണ്ട്. പിന്നെ വേണമെങ്കിൽ രസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പയറൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ട് നമുക്കതിനൊന്ന് ഉപ്പേരിയാക്കാം കേട്ടോ. പയറൊക്കെ വാങ്ങിയിട്ട് കുറേ ആയി. അപ്പം ഇന്ന് എന്തായാലും പയറുപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ കൂടുതലും ഈ ചെറുപയർ, കടല അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ കൂടുതൽ ഞാൻ വെക്കണത്. അങ്ങനെ ഇതാ നമ്മുടെ അപ്പൂസും വന്നിട്ടുണ്ട് കേട്ടോ. ഇടയിൽ നമ്മുടെ അപ്പൂസ് അതാ വന്നിട്ടുണ്ട്. അനുചേച്ചിനും ചോദിച്ചു വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അനു ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അവിടെ അമ്മായിയുടെ വീട്ടിലല്ലേ. അപ്പോൾ അപ്പൂസ് എന്നോട് കുറേ നേരം ഇങ്ങനെ അനുചേച്ചി എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അനുചേച്ചിക്ക് ഒരു ഡയറി മിൽക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൂസ്. അപ്പോൾ അപ്പൂസ് അത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അനുചേച്ചി വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ അപ്പൂസ് അതിന് ഫ്രിഡ്ജിലൊക്കെ വെച്ചു. കുളിക്കായിരുന്നില്ലേ? ചൂടെടുക്കണ്ടേ? അനി വിളിക്കുമ്പോൾ കുളിക്കണ്ടോ? പിന്നെന്താ ഇന്ന് ഇവിടെ കിടക്കണം? അനി കിടക്കണമെങ്കിൽ മാത്രം. അന്നി കിടക്കണമെങ്കിൽ നീ കിടക്കുള്ളോ? അല്ലെങ്കിൽ നീ ഇവിടെ കിടക്കലാ? അന്യ അമ്മ. ശരി. ഇന്നലെ വന്നിട്ട് അപ്പൂസും പിന്നെ എൻ്റെ അനിയത്തി ജിഷയും പിന്നെ കുഞ്ഞിപ്പെണ്ണും ഒക്കെ നൈറ്റ് ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ നൈറ്റ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ അപ്പൂസിനോട് ഇന്ന് അപ്പൂസ് ഇവിടെ കിടക്കലാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഇല്ല അമ്മയൊക്കെ ഉണ്ടെങ്കിലേ കിടക്കുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ എന്താ പയറുപ്പേരിയൊക്കെ വെച്ചു കേട്ടോ. പയറുപ്പേരി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു കസ്റ്റമറില്ലേ, നമ്മുടെ ഷോപ്പിൽ വരുന്നൊരു കസ്റ്റമർ നമുക്ക് നിറയെ മാങ്ങപ്പഴം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് ദിവസം മുന്നേ അല്ല തോന്നുന്നു കേട്ടോ, 2 ദിവസം മുന്നേ തോന്നുന്നു. കുറേ മാങ്ങപ്പഴം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ച് ഞാനിതാ എല്ലാവർക്കും ഓരോ പീസ് കൊടുക്കുകയാണ്. കാരണം ചേച്ചിക്ക് ഷുഗർ ഉണ്ട്, അതുകൊണ്ട് ചെറിയ കഷ്ണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് അപ്പൂസിനോട് ചോദിച്ചപ്പോൾ അവന് വേണ്ടാന്നായി. അവന് പച്ച മാങ്ങയാണ് ഇഷ്ടം. അനുവിനെ പോലെയാണ് കേട്ടോ. മോൾക്കും അതുപോലെ തന്നെ പഴുത്ത മാങ്ങ കഴിക്കില്ല കേട്ടോ, അവൾക്ക് പച്ച മാങ്ങയാണ് ഇഷ്ടം. പിന്നെ അത് അമ്മ അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒരു പീസ് കൊടുത്തു. അങ്ങനെ ഞാൻ പിന്നെ കുറേ മാങ്ങ കഴിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി നമ്മൾ വെച്ചില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴുത്ത മാങ്ങ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അങ്ങനെ പിന്നെ നമ്മുടെ പയറുപ്പേരിയൊക്കെ റെഡിയായി. പിന്നെ അതിന് ശേഷം അവിടെ കിണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തേച്ച് കഴുകാൻ വിചാരിച്ചു. കുറേ ദിവസമായി കഴുകിയിട്ട്. അപ്പോൾ കിണ്ടിയൊക്കെ ഒന്ന് തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം നിറച്ച് വെക്കണം. അമ്മ പറയുകയാണ് കേട്ടോ, കിണ്ടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നിറച്ച് വെക്കണം എന്ന് പറയുകയാണ് കേട്ടോ അടുക്കളയിൽ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അമ്മ വന്നതുകൊണ്ട് അമ്മ പറഞ്ഞതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതാ കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളം നിറച്ചിട്ട് അവിടെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കള പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. കഴിഞ്ഞ ആഴ്ചയല്ല, ഒരു 2-3 ദിവസമായിട്ടുള്ളൂ അച്ഛൻ വന്നിട്ട്. അപ്പോൾ അച്ഛൻ ഗൾഫിൽ നിന്ന് കുറേ ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലത്തെ ഓരോ ചോക്ലേറ്റൊക്കെ ഞങ്ങൾ ഇടയിലെടുത്ത് കഴിച്ചു. പിന്നെ ഇതാ ഒരു ചക്ക കഷ്ണം ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു കസ്റ്റമർ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിൽ നമുക്ക് സ്ഥിരമായിട്ട് സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ചക്ക മോള് വെച്ചോ എന്ന് പറഞ്ഞിട്ട് കഴിച്ചോളൂ പറഞ്ഞിട്ട് ഈ ചക്ക കഷ്ണം നമുക്ക് തന്നിട്ട് പോയി കേട്ടോ. പിന്നെ ഒരാൾ തരുമ്പോൾ നമ്മൾ എങ്ങനെ വേണ്ടാന്ന് പറയാം. അങ്ങനെ ചക്കയും വാങ്ങി വെച്ചു കേട്ടോ. അപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, ഒരു ചുവപ്പല്ല, ഒരു ഓറഞ്ച് കളറിലായിരുന്നു കേട്ടോ ചക്ക. ഇപ്പോൾ കാണുമ്പോൾ ഒരു മഞ്ഞ പോലെ ഉണ്ട്, പക്ഷെ ഇങ്ങനെയല്ല കേട്ടോ കളറ്. ശരിക്കും വന്നിട്ട് ഒരു ഓറഞ്ച് കളറായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു ചക്ക. അപ്പോൾ ആ ചക്കയൊക്കെ കഷ്ടപ്പെട്ട് മുറിച്ചെടുത്തു കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ ചക്ക കഴിച്ചത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വിഷു ആ സമയത്തായിരുന്നു കേട്ടോ ഒരു ചക്ക കിട്ടിയത്. അതിന് ശേഷം അത് അപ്പോഴാണ് കേട്ടോ ഒരു ചക്ക കഴിക്കാൻ കൂടിയത്. അങ്ങനെ ഞാൻ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ചക്കയൊക്കെ മുറിച്ചു. ഇനി ചക്കയൊക്കെ ചുളയെടുത്തിട്ട് അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക ഇഷ്ടമാണ്. അവന് മാങ്ങ അധികം ഇഷ്ടമല്ല, ചക്കപ്പഴം ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിതാ ചക്കയൊക്കെ
മുറിച്ച് അതിൻ്റെ ഇതൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് കുഴപ്പമില്ല വെച്ച് അമ്മയാണ് ഇതൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ ചക്കയൊക്കെ വെട്ടി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ചക്കയൊക്കെ ഒന്ന് മുറിച്ച് നമുക്ക് ചക്കയൊന്ന് കഴിക്കാം കേട്ടോ. പിന്നെ ഏട്ടൻ വരുമല്ലോ ശനിയാഴ്ചയല്ല, അപ്പോൾ ഏട്ടനും എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനും അവിടെയൊന്നും അങ്ങനെ ചക്ക അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കില്ലല്ലോ, ആഴ്ചയിൽ ഒരിക്കലല്ലേ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഏട്ടന് വന്നിട്ട് ചക്കയും മാങ്ങയൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരമാണ്. വൈകിട്ട് ഞാൻ കാറൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാറൊന്ന് കഴുകിയിടണമെന്ന്. അപ്പോൾ ശരി, നാളെ ഏട്ടൻ ഷൊർണൂർ നാട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാറൊന്ന് കഴുകിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരത്ത് ഞാൻ കാറൊക്കെ കഴുകുകയാണ് കേട്ടോ. എന്താ പറയുക, കാറിൽ നിറയെ പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു. റോഡ് സൈഡിലല്ലേ, ഞാനാണെങ്കിൽ കവർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടൻ പറഞ്ഞായിരുന്നു പോകുമ്പോൾ കവറിട്ട് അടച്ചു വെക്കുന്നത്, ഞാൻ മറന്നുപോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പൊടിയും മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ കാറൊന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കാറ് കഴുകാനായിട്ട് കാർ വാഷ് ചെറിയൊരു സാഷ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷാമ്പു പോലത്തെ ഒരു പാക്കറ്റിൽ കാർ വാഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ വാങ്ങിച്ചു വെച്ചായിരുന്നു. അപ്പോൾ ഞാനത് ബക്കറ്റിൽ കലക്കി പിന്നെ ഒരു ടവലിലൊക്കെ മുക്കി നല്ല പതച്ച് കാറൊക്കെ അടിപൊളി സുന്ദര കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ച് നന്നായി കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര പണിയാണ് കേട്ടോ ഈ ചൂടത്ത് കാറ് കഴുകുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പണിയല്ല. അങ്ങനെ വിയർത്ത് കുളിച്ചൊരു വഴിയായിട്ട് ഞാൻ ഇത് കഴുകുമ്പോഴേക്കും, അല്ലെങ്കിൽ മോളും കൂടാറുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. ഞാനൊരു സൈഡ് കഴുകും, അപ്പുറത്ത് മോളും വൃത്തിയാക്കും കേട്ടോ, കഴുകും കേട്ടോ. അങ്ങനെയാണ്. അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി കേട്ടോ. മോളാണെങ്കിൽ അവിടെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാറൊക്കെ കഴുകി വൃത്തിയാക്കി വരുമ്പോഴേക്കും ചൂടെടുത്ത് ഒരു വഴിയായി. അപ്പം നമ്മുടെ കാറൊക്കെ ഏകദേശം അതാ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇത് കഴുകി വരുമ്പോഴേക്കും 1/2 മണിക്കൂറോളം ആയിട്ടോ. അപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നമ്മുടെ കാർ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ണമ്മ ചേച്ചി കണ്ടില്ലേ, ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഊഞ്ഞാലിൽ എത്ര വെയിറ്റ് ഉള്ളവർക്കും ആടാൻ പറ്റും. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ, ആമസോണിൽ നിന്ന്. നല്ല ഊഞ്ഞാലാണ് കേട്ടോ. ഇവിടെ കസ്റ്റമറൊക്കെ വന്നിട്ട് അവരും ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കിയിട്ടോ, ഇതിലെത്ര വെയിറ്റ് താങ്ങുമോ എന്നൊക്കെ ചോദിച്ച് കണ്ടിട്ട് കുറേ പേരല്ല 2 പേര് കേട്ടോ, 2 ചേച്ചിമാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഊഞ്ഞാലിൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ പാല് വന്നു കേട്ടോ. പിന്നെ പാല് ഒരു 5-5:15 ആയപ്പോൾ പാല് വന്നു. അപ്പം ഞാനിതാ പാല് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആഴ്ചയിലൊരിക്കലാണ് കേട്ടോ പൈസ. അപ്പോൾ 7 ദിവസത്തെ പൈസ ഞാൻ ഒരുമിച്ച് ഒരു ദിവസം കൊടുക്കും കേട്ടോ. അങ്ങനെ ഡെയിലി കൊടുക്കില്ല, അങ്ങനെ മാസത്തിലും അല്ല കേട്ടോ, ആഴ്ചയിലൊരിക്കലാണ്. അങ്ങനെ പാല് വാങ്ങിച്ചു. അപ്പോൾ ഒരാഴ്ചത്തെ പൈസയൊക്കെ കൊടുത്തു. പിന്നെ ചായയൊക്കെ വെച്ചു, പിന്നെ ഷോപ്പ് അടച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തത് വൈകിട്ടാണ് കേട്ടോ. വൈകിട്ട് പറഞ്ഞാൽ രാത്രിയാണ് കേട്ടോ. നമ്മൾ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കടലക്കറി വെക്കാനാണ് പോണത്. അപ്പം ഇന്ന് രാത്രിക്ക് നമുക്ക് ആപ്പവും കടലക്കറിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ കടലയൊക്കെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില പൊട്ടിച്ചിട്ട് അമ്മ വലിയൊരു തണ്ട് പൊട്ടിച്ചു കേട്ടോ. അമ്മയല്ല, ഞാൻ തന്നെ. അമ്മ വലുത് പറഞ്ഞ് പൊട്ടിച്ചിട്ട് ഡപ്പിലിട്ട് വെക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനൊരു വലിയ തണ്ടൊക്കെ വലിയൊരു കൊമ്പല്ല ഒരു തണ്ടൊക്കെ മുറിച്ച് എന്നിട്ട് അതിൻ്റെ ഇല മാത്രം ഉരുവി എടുത്തിട്ട് ഡപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി അതിന് കുറച്ച് എടുത്ത് കഴുകി യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് കേട് വരില്ല. ഇങ്ങനെ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, കുറേ ദിവസത്തിന് അങ്ങനെ കേട് വരാണ്ടിരിക്കും കേട്ടോ. അങ്ങനെ കറിവേപ്പിലയൊക്കെ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള നമ്മളപ്പോഴേ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, സവാളയും തക്കാളിയൊക്കെ വഴറ്റിട്ടുണ്ടായിരുന്നില്ല, അതും പിന്നെ വേവിച്ച് വെച്ച കടലയും കുറച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കടലയാണെങ്കിൽ നേരത്തെ ഞാൻ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കടുകൊക്കെ പൊട്ടിച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. പിന്നെ ആ അരപ്പ് അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ടു. ഇനി ഇത് തിളച്ച ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു കടലക്കറി റെഡി ആയിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോൾ വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വെച്ചത്. അപ്പോൾ ഞാൻ രാവിലേക്കും കൂടി ചേർത്തിട്ടാണ് കേട്ടോ വെച്ചത്, നൈറ്റ് വെക്കുകയല്ല. അപ്പോൾ എന്തായാലും കുറച്ച് അധികം വെച്ച് നമുക്ക് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും നമ്മൾ ചപ്പാത്തിയോ ദോശ എന്തുണ്ടാക്കുകയാണെങ്കിലും
നമുക്കിത് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് കുറച്ചധികം തന്നെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരമുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.